സിതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി LDF സർക്കാർ. ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ശുദ്ധജലം ലഭിക്കുന്ന പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സുജി ടി ബാബു ചേരുകയാണ്. സുജു, നിലവിൽ സംസ്ഥാന സർക്കാർ നൽകിയ എല്ലാ ഉറപ്പുകളും അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. അതിനു പുറമെയുള്ള നിരവധി കാര്യങ്ങൾ. അതിലൊന്നാണ് ഇപ്പോൾ സിതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുന്നത്. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ? സിജു, വലിയ സന്തോഷമുള്ള നിമിഷമാണ്. കാരണം ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കും. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രശാന്ത് അതിൻ്റെ സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കാനിരിക്കെ 89 കോടി രൂപ മുടക്കി ഒരു പദ്ധതി അത് നാടിന് സമർപ്പിക്കുന്നു. അതായത് കല്ലിടൽ ചടങ്ങല്ല, നിർമ്മാണ ഉദ്ഘാടനമല്ല, അത് യാഥാർത്ഥ്യമാകുന്നു. ഇതിന് ഏറ്റവും പ്രയോജനം ലഭിക്കുക ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക്. മുൻപ് ഈ തീർത്ഥാടകർക്ക് നടപ്പന്തൽ വരെ കുടിവെള്ളം എത്തിക്കുന്നത് ടാങ്കറിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇനി ഇപ്പോൾ ഡയറക്റ്റ് വെള്ളം എത്തിക്കും. വലിയ പദ്ധതിയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചത്. ഇതിൻ്റെ പ്രധാനമായി മനസ്സിലാക്കും വനം മേഖലയാണ്. വലിയ അനുമതികൾ ആവശ്യമായിരുന്നു. അതിനോടൊപ്പം നിർമ്മാണത്തിൽ വലിയ ദുർഘട ഘട്ടങ്ങളുമുണ്ട്. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ വേദിയിൽ കാണാം. ഇത് ശബരിമല തീർത്ഥാടകർക്ക് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള ആദിവാസി ഉന്നതികളുണ്ട്. നിലയ്ക്കൽ അട്ടത്തോടക്കം മേഖലയുള്ള ആളുകൾക്ക് വലിയ സന്തോഷമാണ്. ആ സാധാരണക്കാരും ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ എത്തിക്കൊണ്ട് വലിയ സന്തോഷമുണ്ടോ? ഈ പദ്ധതിയെ പറ്റി സന്തോഷമാണോ? വളരെ സന്തോഷമുണ്ട്. ഇനി കുടിവെള്ളം കിട്ടുമല്ലോ? കിട്ടും കുടിവെള്ളം. അതാണ് പറയാനുള്ളത്. അതെ, അത് തന്നെ പറയാനുള്ളത്. കുടിവെള്ളം കിട്ടും. ഇവിടെ തൊഴിലാളികളായിരുന്നു ഞങ്ങള് തൊഴിലാളികളാണ്. കൃത്യമായി വെള്ളം ലഭിക്കും. ഇതാണ് ഇവിടുത്തെ തൊഴിലാളികളാണ്. അവർക്കും വലിയ സന്തോഷമാണ്. നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആളുകൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. ഇത് അതായത് 89 കോടി രൂപ മുടക്കി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. അതിപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നതാണ്. വലിയൊരു പദ്ധതി യാഥാർത്ഥ്യത്തിൽ വന്നതാണ്. സന്തോഷമാണോ? തീർച്ചയായിട്ടും. പെരുന്നാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ നിലയ്ക്കൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും. കുടിവെള്ളം ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. പമ്പയിൽ നിന്നൊക്കെ ടാങ്കറിനായിരുന്നു കൊണ്ടിരുന്നത്. അത് യാത്രാ ക്ലേശം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നല്ല ഒരു മാറ്റം ഇതിലൂടെ വരും. തീർച്ചയായിട്ടും സിജു, അതാണ് വലിയൊരു പദ്ധതി നാടിന് സമർപ്പിക്കുകയാണ്. പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയല്ല, അത് യാഥാർത്ഥ്യമാക്കുകയാണ് പിണറായി സർക്കാർ. സുജി ടി ബാബുവാണ് സിതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയത്. ശബരിമലയിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ശുദ്ധജലം ലഭിക്കുന്ന പദ്ധതിയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്.